ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് കേരള കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ചാൻസലർ മല്ലിക സാരാഭായുടെ പരാമർശത്തെ തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. നിയമനങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് വി സി ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ പറഞ്ഞു. കലാരംഗത്ത് മികച്ചു നിൽക്കുന്നവരെ അധ്യാപകരായി കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഇത് വളരെ സുതാര്യമായ ഒരു അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷനും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയും. പിന്നെ പ്രാഥമികമായും ആത്യന്തികമായും ഇതൊരു കലാസ്ഥാപനം തന്നെയാണ്. ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും. സൂരജ് സജീവ് വാർത്തയുടെ വിവരങ്ങൾ. സൂരജ്, കേവല യോഗ്യതയില്ല എന്നാണോ മല്ലിക സാരാഭായ് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ അവർ പറഞ്ഞത് കേവലമായി എന്താണ് ഒരു കത്തെഴുതാനുള്ള ഇംഗ്ലീഷ് പോലും അറിയാത്തവർ അതിൻ്റെ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കുന്നു. അതിന് കാരണം ഈ പാർട്ടി നിയമനമാണ്. അത് ഏതെങ്കിലും LDF കാലത്തെ മാത്രമല്ല, LDF UDF പാർട്ടി നിയമനങ്ങളെ പ്രശ്നമുണ്ട് എന്ന് മല്ലിക സാരാഭായ് പറയുന്നുണ്ട്. അതിനുള്ള തൃപ്തിയുള്ള മറുപടിയാണോ ഇപ്പോൾ VC പറയുന്നത്? ഹാഷ്മി, അത്തരമൊരു വാദമായിരുന്നു ഇന്നലെ മല്ലിക സാരാഭായ് ഉയർത്തിയത്. പക്ഷേ ആ വാദങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ തള്ളുകയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ. അദ്ദേഹം പറയുന്നത് 2 വർഷമായി താൻ ഈ ചുമതലയിലുണ്ട്. ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനെ തുടർന്നുമുള്ള നിയമനങ്ങളും ഈ സർവകലാശാലയിൽ നടത്തിയിട്ടില്ല, കലാമണ്ഡലത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ബാഹ്യ ഇടപെടലോട് കൂടിയുള്ള നിയമനങ്ങളല്ല ഇവിടെ നടന്നത്. സുതാര്യമായ നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. എപ്പോഴും മികവ് മാത്രമാണ് ഈ മാനദണ്ഡമായി സ്വീകരിച്ചിട്ടുള്ളത്. കലാധ്യാപകരാകട്ടെ ഈ രാജ്യത്തെ തന്നെ മികച്ച കലാധ്യാപകരെ ഈ അക്കാദമിഷ്യന്മാരായി കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു മികച്ച അക്കാദമിക നിലവാരം പുലർത്താൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ലോകത്തിന് മാതൃകയായി ഈ കലാമണ്ഡലം മാറുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ലോകത്ത് തന്നെ ഇത്തരം ഒരു സ്ഥാപനം, മികച്ച സ്ഥാപനമുണ്ടോ എന്ന സംശയം പോലും ഈ VC മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഈ ചാൻസലർ മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പാർട്ടി നിയമനങ്ങൾ, അത് ഇടത് വലത് മുന്നണികളാകട്ടെ, അവരുടെ എല്ലാം പാർട്ടി നിയമനങ്ങൾ പലപ്പോഴും ഈ വിദ്യാഭ്യാസക്കുറവുള്ള ജീവനക്കാരെ നിയമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാമണ്ഡലത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുന്നു. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ പോലും അയക്കാൻ അറിയാത്ത ആളുകളുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശമായിരുന്നു. അത് വലിയ വിവാദമാകുന്നു. CPM-നെയും LDF-നെയും ഒക്കെ സംബന്ധിച്ച് അവർ കൊണ്ടുവന്ന ചാൻസലറാണ്. ആ ചാൻസലർ തന്നെ അവർക്കെതിരെ ഒരു കർശനമായ നിലപാട് അല്ലെങ്കിൽ അവരെ തന്നെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് അവരെ CPM-നെയും LDF-നെയും ഒക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ചാൻസലർ തള്ളിക്കൊണ്ട് വൈസ് ചാൻസലർ രംഗത്തെത്തിയിരിക്കുന്ന ആഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങളും നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.